ഇന്നലെ രാത്രി റസ്മിൻ്റെ അടുത്ത് മാത്രം പൊട്ടിക്കരഞ്ഞ ജാസ്മിനെയാണ് കണ്ടത്. തൊട്ടടുത്ത് ഗബ്രി ഉണ്ടായിട്ട് പോലും ഗബ്രിയെ ഒന്നും അറിയിക്കാതെ രാത്രി മുഴുവൻ തന്നെ ഉറങ്ങാതെ നിലവിളിച്ച് കരയുകയായിരുന്നു ജാസ്മിൻ. അതാരെയും ഒന്നും അറിയിക്കാതിരിക്കാനായിരുന്നു. കാരണം ജാസ്മിൻ അത് ആരും അറിയാനുള്ള താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ ഇന്നലെ കരഞ്ഞതൊന്നും ആരും അറിയാതെ പോയത്. റസ്മിൻ മാത്രമാണത് കണ്ടതും. പക്ഷേ ഇന്നിതാ എല്ലാവരുടെ മുമ്പിൽ വെച്ചും ജാസ്മിൻ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് ജാസ്മിൻ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ്റെ ഈ അവസ്ഥയിൽ സഹായിക്കണമെന്ന് ഒരുപാട് പേർക്കുണ്ട്. പൂജ ഉൾപ്പെടെ നിരവധി പേർ ഇത് സഹായിക്കാൻ അടുത്ത് എത്തുന്നുമുണ്ട്. പക്ഷെ അവർക്ക് ഒന്നും പറഞ്ഞു കൊടുക്കാനാകുന്നില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലുമല്ല ജാസ്മിൻ എന്ന് പറയണം. വികാരഭരിതയായി നിൽക്കുകയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും പക്ഷേ എനിക്ക് അവളെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൂജ വിഷമം പറയുന്നതുമൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടു. എല്ലാവർക്കും അതേ അവസ്ഥ തന്നെയാണ്. ജാസ്മിനെ സഹായിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അത് അവിവേകമായി പോകും. പൂജ അത് പറഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു എന്നാകും. ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ എല്ലാം മാറുന്നത്. സായിയുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ചിന്ത ജാസ്മിനെ പുറത്താക്കാൻ തന്നെയായിരുന്നു. അതിനാണ് സായി വന്ന ഉടനെ തന്നെ ജാസ്മിന് പുറത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ജാസ്മിൻ്റെ മനസ്സില്ലാതാക്കി ജാസ്മിനെ അവിടെ നിന്ന് പുറത്താക്കാനായിരുന്നു സായിയുടെ തീരുമാനം. അത് സായി ഗംഭീരമായി ചെയ്തു എന്ന് പറയാം. സായിയാണ് ഏറ്റവും വലിയൊരു പടക്കം അവിടെ ഇട്ട് പൊട്ടിച്ചത്. വീട്ടിലെ കാര്യങ്ങളും വിവാഹം കഴിക്കാനിരുന്ന ചെറുപ്പക്കാരൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ സായിയാണ് ജാസ്മിനോട് പറഞ്ഞത്. ഇവിടെ തൊട്ടായിരുന്നു ജാസ്മിനെ ആകെ താളം തെറ്റിയത്. ഇപ്പോൾ വാപ്പയും ഉമ്മയും വിളിച്ച് കാര്യം പറഞ്ഞത് എന്തിനാണെന്ന് ജാസ്മിന് മനസ്സിലാകുന്നുവെന്നും ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട്. എടാ, എന്തായാലും പുറത്ത് നല്ല മോശം പേരാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനും നീയുമായി വേറെന്തോ ബന്ധമാണെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. പുറത്തുള്ളവർ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ എത്തി ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. പ്രേക്ഷകർക്ക് അറിയാനുള്ളത് നിങ്ങളും ഗബ്രിയും തമ്മിൽ എന്താണ് ബന്ധം എന്നാണ്. ജാസ്മിൻ വളരെ വ്യക്തമായി തന്നെ ഇക്കാര്യം പറഞ്ഞു. പ്രേക്ഷകർ അറിയേണ്ടത് ഞാനും ഗബ്രിയും തമ്മിൽ ഇഷ്ടത്തിലോ പ്രേമത്തിലോ അല്ല. പക്ഷെ ഞങ്ങൾ തമ്മിലൊക്കെ തന്നെയും അങ്ങനെ ഒരു പ്രണയം ബന്ധം ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ മനസ്സിനെ അത് കൺട്രോൾ ചെയ്യിക്കുകയാണ്. ഞങ്ങൾ തമ്മിലല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നു. അതാണ് എനിക്കിവിടെ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എനിക്ക് അത് സാധ്യമല്ലാത്തത് കൊണ്ട് അവനോടുള്ള പ്രണയം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി വയ്ക്കുകയാണ്. അതെനിക്ക് തുറന്നു പറയാനോ പ്രണയിക്കാനോ ഒന്നും പറ്റില്ല. എല്ലാ കാരണങ്ങളും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ചില കാരണങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് അവനെ പ്രണയിക്കാൻ പറ്റാത്തത് കൊണ്ടും ഞങ്ങളുടെ പ്രണയം ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് അവനോട് പ്രണയമില്ല എന്നല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെന്നും അത് ഈ ഹൗസിലുള്ളവരും അറിയേണ്ട കാര്യമാണെന്നും പറയുന്നു. എന്നാൽ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പ്രണയത്തിലല്ല, പ്രണയിക്കാനും ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് നടക്കില്ല എന്നും അതിനെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെയാണ് മോഹൻലാൽ വന്ന എപ്പിസോഡിൽ ജാസ്മിൻ അവരുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത്. ഇത് തന്നെയാണ് മോഹൻലാൽ പറഞ്ഞതും. ഇതാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടതും. ഇപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ ക്ലാരിഫിക്കേഷൻ വന്നു. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ടാകും ജാസ്മിൻ എന്ന് മോഹൻലാലും പറഞ്ഞു. ഇതിലൂടെ തന്നെ ജാസ്മിന് കുറച്ച് ആശ്വാസമായി കാണുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചു. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.